ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ വാട്ട്സ് ഇൻ മൈ ട്രാവൽ ബാഗ് ആണ്. മൈ അല്ല, അവറാണ് എൻ്റെ മനുവിൻ്റെ ഞങ്ങളുടെ ഹാൻഡ് ബാഗ് ക്യാരി ചെയ്യുന്ന, ഫ്ലൈറ്റിലൊക്കെ ക്യാരി ചെയ്ത് ഈ ബാഗിൽ എന്താന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക വീഡിയോ ആണ്. ഓക്കെ, അപ്പോ ആദ്യം തന്നെ ഉള്ളത് വെള്ളം ഇത്രയും കുടിച്ചു. ട്രാവൽ ചെയ്യുമ്പോൾ വെള്ളം വളരെ അത്യാവശ്യമാണ്. ഇത് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയൊരു വെള്ളം കുപ്പിയാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങക്ക് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ അവര് തന്നതാണ് കേട്ടോ. ഈനോന്റെ ടാബ്ലറ്റ്സ് ആണ്. എന്തിനാ തന്നെ നല്ല വിഷയമാണ്. പിന്നെ ഫ്ലാസ്ക് ആൻഡ് ചൂടുവെള്ളം, കാരണം ഇവിടെ നല്ല തണുപ്പിന്റെ സ്ഥലമായതുകൊണ്ട്. ഈ ബാഗ് ഇത് ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പോ ഇനിയുള്ളത് നെക്സ്റ്റ് സാധനങ്ങൾ. ഇയർഫോൺ, ഫ്ലൈറ്റിൽ പാട്ട് കേൾക്കാനും പിന്നെ സിനിമ കാണാൻ എന്തെങ്കിലുമൊക്കെ. വേറൊരു ഇയർഫോൺ, ഇത് മനോര് ഇയർഫോൺ. ഇതൊരു ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊരു എന്താ പറയാ റീയൂസബിൾ ഷോപ്പിംഗ് ബാഗാണ്. ഇത് ഞാൻ തുറക്കുന്നില്ല, കാരണം നല്ല ഭംഗിയിൽ മടങ്ങിയിരിക്കുന്നുണ്ട്. തുറന്ന് വെറുതെ ചീത്താക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മള് എപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് കയ്യിൽ വെക്കാം. അപ്പൊ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ 15 രൂപ 30 രൂപയ്ക്കാണ് മറ്റേ ഷോപ്പിംഗ് ബാഗിന്. അപ്പൊ നമുക്ക് ഇത് അത്യാവശ്യം നല്ല സൈസും ഉണ്ടാവും. ഓൺലൈനിൽ കിട്ടും, കടകളിലും കിട്ടുമായിരിക്കും. അപ്പൊ ഇത് കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഇത് ഞാൻ എപ്പോഴും കൈ വെക്കും. പിന്നെ വെറ്റ് വൈപ്സ്, ട്രാവൽ ചെയ്യുന്നത് കാരണം. ഇത് മൂക്കടയുമ്പോ ത്തേക്ക് വേണ്ടിയുള്ള മരുന്നാണ്. എൻ്റെ അല്ല, മനുവിന്റെ ആണ്. കോൾഡോട് കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ സാനിറ്റൈസർ, കുറച്ച് മരുന്നുകളുണ്ട് കേട്ടോ. മരുന്ന് ഇത് തലവേദനയുടെ മരുന്നുകളാണ്. ഫോർ മൈ ഹസ്ബൻഡ് അഗൈൻ. ഒരു പേന അത്. പിന്നെ ഓക്കെ, ഇതിൻ്റെ അകത്ത് എത്ര സാധനങ്ങളുള്ളൂ. ഈ സാധനങ്ങളുടെ ഓർഡറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടായിരിക്കുന്നത്, അടയുന്നില്ല. ഒരു മിനിറ്റ്. നെക്സ്റ്റ് ബാഗ്, ഇത് അത്യാവശ്യം നല്ല വലിയ ബാഗാണ് കേട്ടോ. വാളറ്റിനകത്ത് കാർഡും കുറച്ച് ക്യാഷ്. ടിഷ്യൂ പേപ്പർ, ബിസ്ക്കറ്റ് വിശന്ന് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട്. അഗെയിൻ കുറച്ച് ടിഷ്യൂ ആൻഡ് പവർ ബാങ്ക്, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇത് ഒരു എമർജൻസി മെഡിസിൻ പൗച്ച് എന്ന് പറയാം. അപ്പൊ ഇതിൻ്റെ അകത്ത് വേറൊരു വലിയൊരു മെഡിസിൻ പൗച്ച് പെട്ടിയിലുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ചെറിയൊരു 1-2 സാമ്പിളുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു സാനിറ്ററി നാപ്കിൻ ഉണ്ട്. പിന്നെ കുറച്ച് ക്യാഷും ഉണ്ട്. പിന്നെ വേറെ ഈ ഒരു പൗച്ചിന്റെ അകത്ത് ഇതിൻ്റെ അകത്ത് മാസ്ക്. കോവിഡ് ടൈം അല്ല, പക്ഷെ മാസ്ക് നല്ലതാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. വേറൊരു മാസ്ക്. ഇതൊരു മോയ്സ്ചറൈസർ ആണ്. ഇപ്പോൾ തീരാറായി. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടു നടക്കാറില്ല, അത്യാവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇതൊരു സിപ്പ് ലോക്ക് കവറാണ്. നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ആവശ്യം വരെയുള്ളൂ. കവർ ഉള്ളത് എപ്പോഴും നല്ലതാണ്. വാസ്ലിൻ, കാരണം ഞങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഫുൾ തണുപ്പിന്റെ സ്ഥലങ്ങളിലേക്ക് ആയത് കാരണം സ്കിൻ ഡ്രൈ ആവും, അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉള്ളത് കാരണം വാസ്ലിൻ. ലിപ് ബാം, വിക്സ്, എഗെയിൻ കോൾഡ് ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പോൾ. പിന്നെ ഒരു ലിപ്സ്റ്റിക്. പിന്നെ ഇതൊരു സൺസ്ക്രീൻ സ്പ്രേ ആണ്, കാരണം ഇവിടെ നല്ല വെയിലുണ്ട്. തണുപ്പുണ്ടെങ്കിലും ടാൻ ആവാനും സൺബേൺ ആവാനും ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇതൊരു റോൾ ഓൺ പെർഫ്യൂം അല്ല, ഇതൊരു ഫോറർ എന്ന് പറഞ്ഞൊരു ഇങ്ങനെ ചെയ്യുന്ന ഒരു സാധനം, നല്ല മണമുള്ളൊരു സാധനം. പിന്നെ ഒരു സ്മോൾ കവറിൻ്റെ അകത്ത് ഏലാതി മിഠായി, രോഗികൾ ആയതുകൊണ്ട്. പക്ഷെ സത്യം പറയാനല്ലോ, ഇവിടെ വന്നപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ നല്ല പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറഞ്ഞു, അതാണ് സത്യം.
ഇതിനൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വെക്കട്ടെ. ഓക്കെ, ലാസ്റ്റ് എല്ലാം കൂടെ എടുത്ത് വെക്കാം. പിന്നെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് എൻ്റെ ഷെയ്ഡ്സ്. സോ ഇത് പോളറൈസ്ഡ് സൺഗ്ലാസ് ആണ്. നമ്മള് സ്നോ പോലുള്ള സ്നോ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ പോളറൈസ്ഡ് ഗ്ലാസ് വേണം. അപ്പം അതാണിത്, മൈ ഷെയ്ഡ്സ്. പിന്നെ ചാർജർ, വേറൊരു ചാർജർ ഉണ്ട്, അത് പെട്ടിയിലാണ്. ഇത് മനുവിന്റെ ഗ്ലാസ്. കഴിഞ്ഞ. പിന്നെ ഇതൊരു ടവലാണ്, ഇതൊരു ഫൈബർ ക്ലോത്ത് ആണ്, മൾട്ടിപർപ്പസ്. ഇത് ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിച്ചാണ്. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കൈ തുടയ്ക്കാൻ മോൻ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഒരു ടവൽ. എഗെയിൻ പ്ലാസ്റ്റിക് കവർ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കവേഴ്സ് വെക്കുന്നത് വളരെ നല്ലതാണ്. വേറൊരു പവർ ബാങ്ക്. പിന്നെ ഇത് ഞങ്ങളുടെ കൊച്ചി ടു ഡൽഹിയുടെ ബോർഡിംഗ് പാസ് ആണ്. ഇത് എന്തിനാണ്? ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കാം. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് അല്ലേ, അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കാം. പിന്നെ ഇത് ഒരു ഷൂവോ സാൻഡൽസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവർ, പവർ ബാഗ്. അപ്പോ അതോടുകൂടി ഇതുള്ളൂ ബേസിക് സാധനങ്ങൾ നമ്മളുടെ കയ്യിൽ വെച്ച്. ബാക്കിയെല്ലാം പെട്ടിയിലാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.